ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ റിയാക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ തുടർന്ന് വരുന്ന നമ്മുടെ ഒരു റിയാക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ക്രിയേറ്റ് ചെയ്തു വരുന്ന ഈ ഫോൾഡറുകൾ എന്താണെന്നും ഈ ഫോൾഡറിനുള്ളിൽ ഓരോ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നും അതേപോലെ തന്നെ നമ്മുടെ ഒരു റിയാക്റ്റ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട പല കാര്യങ്ങൾ എന്തൊക്കെയെന്നും അതിൽ ഉൾക്കൊള്ളുന്ന ഫോൾഡറുകൾ എന്തെല്ലാം എന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നോഡ് മൊഡ്യൂൾസിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഇതിലേക്ക് npm ക്രിയേറ്റ് റിയാക്റ്റ് ആപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാക്കേജസുകൾ, അതായത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പല പാക്കേജസുകളും ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൽ ഒട്ടനവധി പാക്കേജസുകൾ വരുന്നുണ്ട്. ഒരു പാക്കേജ് അല്ല, നമ്മൾ npm അതായത് നോഡ് പാക്കേജ് മാനേജർ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ലൈബ്രറി അല്ലെങ്കിൽ ഫോൾഡേഴ്സും അല്ലെങ്കിൽ ഫയലുകളും അതേപോലെ തന്നെ ഇതിൽ ആൾറെഡി ഉള്ള നമ്മൾ npx വെച്ച് ക്രിയേറ്റ് റിയാക്റ്റ് ആപ്പ് വെച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന ഒട്ടനവധി പാക്കേജസുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ നിന്നും അപ്പോൾ ആ ഇൻസ്റ്റാൾ ചെയ്ത പാക്കേജ് എങ്ങനെ ഇതിൽ ഡിസ്പ്ലേ ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ നോഡ് മൊഡ്യൂൾസ് എന്നതിനെക്കുറിച്ച് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മളെ ഈ റിയാക്റ്റ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡിപ്പെൻഡൻസീസ്, അതായത് അത്യാവശ്യം വേണ്ട എന്തൊക്കെ പാക്കേജസുകളാണോ വേണ്ടത് അതാണ് നമ്മൾ വരുന്നത് ഈ ഫോൾഡറിൽ വരുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഇപ്പോൾ npx വെച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒട്ടനവധി പാക്കേജസ് അല്ലെങ്കിൽ ഫയലുകൾ ഇതിലേക്ക് വരുന്നുണ്ട്. അഡീഷണലായിട്ട് നമുക്കൊരു പാക്കേജസ് എങ്ങനെ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ fs എന്നുള്ളൊരു പാക്കേജാണ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഫയൽ സിസ്റ്റം അല്ലെങ്കിൽ നമ്മളെ ഫോൾഡറിലേക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കിതിലേക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ fs എന്നുള്ളൊരു പാക്കേജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്കിതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ടെർമിനൽ പോയതിന് ശേഷം ന്യൂ ടെർമിനലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് ടൈപ്പ് ചെയ്യുക npm നോഡ് ഇൻസ്റ്റാൾ പാക്കേജ് മൊഡ്യൂള് എന്നിട്ട് ഐ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ, അത് മുഴുവനായിട്ടും വേണമെങ്കിൽ എഴുതാം അല്ലെങ്കിൽ ഐ എന്ന് ജസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ വന്ന് ജസ്റ്റ് fs എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ നമുക്ക് ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യും. നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം വരും. നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷനും അതേപോലെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ടൈം. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതൊന്ന് വെയിറ്റ് ചെയ്യാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ ഫയൽ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഫയൽ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി അത് ഇൻസ്റ്റാൾ ചെയ്തത് നമുക്ക് ഇൻസ്റ്റാൾ ആയിക്കണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നോഡ് മൊഡ്യൂളിൽ പോയതിന് ശേഷം നമ്മളിവിടെ നിന്ന് fs എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അക്ഷരമാല ക്രമത്തിലാണ് ഇതിൽ ഫയലുകൾ കിടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് fs എന്നുള്ളൊരു ഫയൽ നമുക്ക് നോക്കിയാൽ അതിവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ആ ഇൻസ്റ്റാൾ ചെയ്ത fs എന്ന ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് അഡീഷണലായിട്ട് ഇതിലേക്ക് വേണ്ട ലൈബ്രറീസ് അല്ലെങ്കിൽ ഈ റിയാക്റ്റ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യേണ്ട അഡീഷണലായിട്ട് പല ലൈബ്രറികളും നമുക്കിവിടുന്ന് ലഭ്യമാണ്. ഒട്ടനവധി ലൈബ്രറീസ് നമുക്കിവിടുന്ന് ലഭ്യമാണ്. അപ്പോൾ ഇവിടെ വന്ന് npm എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. npm എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് npm എന്നുള്ളൊരു സെർച്ച് റിസൾട്ട് കാണിച്ചു തരും. ഇതിൽ നമുക്ക് ഒട്ടനവധി ഫയലുകൾ നമുക്കിവിടുന്ന് ലഭ്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്കിവിടുന്ന് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കുറേ ഫയലുകളുണ്ട്. നമുക്ക് വേണ്ട ഏതൊക്കെ ഫയലുകളാണോ വേണ്ടത് അതെല്ലാം നമുക്കിവിടുന്ന് സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒട്ടനവധി ഫയലുകൾ ഇതിൽ ലഭ്യമാണ്. ഇതിന്ന് ഏതാണോ വേണ്ടത് അത് നമുക്കിതിന്ന് സെർച്ച് ചെയ്ത് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ പറഞ്ഞത് എന്താണ് നോഡ് മൊഡ്യൂൾസ് എന്നതിനെക്കുറിച്ചാണ്. ഇനി അടുത്തതായി നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇവിടെ ഒന്ന് പബ്ലിക് എന്നുള്ള ഫോൾഡറിനെ കുറിച്ചാണ്. പബ്ലിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആപ്ലിക്കേഷനിലേക്ക് അഡീഷണലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത്, അതായത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള
ഒട്ടനവധി അഡീഷൻ ആയിട്ടുള്ള കുറേ ഫയലുകൾ ആവശ്യം വരും. എക്സാമ്പിൾ ഫേവ് ഐക്കൺ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്ന് ഇപ്പോൾ എക്സാമ്പിൾ ഈ മനോരമ ഓൺലൈനിൻ്റെ ഇവിടെ കാണുന്ന ഈ ഐക്കണിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഫേവ് ഐക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവിടെയാണ് വരുന്നത്. അതേപോലെ ഇൻഡെക്സ് നമ്മുടെ റിയാക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫയലാണ് ഇൻഡെക്സ്. ഈ ഇൻഡെക്സ് എന്നുള്ള വെബ് പേജാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് റൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻഡെക്സിൻ്റെ ഉള്ളിൽ അഡീഷനായിട്ട് വരുന്ന ഫയലുകളൊക്കെ ഞാനൊന്ന് അതായത് കമൻറ്റുകളൊക്കെ ഇതിൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് വരുന്നത്. അതായത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള CSS അഡീഷണൽ CSS അതേപോലെ തന്നെ നമുക്ക് ഫോണ്ട് അവേസമിൻ്റെ CDN ലിങ്ക് അതേപോലെ തന്നെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ CDN ലിങ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും അതേപോലെ നമ്മളെ വെബ് പേജിന് എന്ത് ടൈറ്റിലാണോ വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വന്ന് എന്തൊക്കെയാണോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ആ കാര്യങ്ങൾ ചേർത്ത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സാധാരണ നമ്മളൊരു HTML ഫയലിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണോ വരുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് ഇതിലും വരുന്നത്. ഇപ്പോൾ നമ്മൾ വെബ് പേജിന് എന്ത് ടൈറ്റിലാണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ വെൽക്കം ടു മൈ വെബ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്താണോ നമ്മുടെ സൈറ്റിന് നമുക്ക് ടൈറ്റിൽ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. വെൽക്കം ടു മൈ വെബ്സൈറ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഫയലൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ റണ്ണ് ചെയ്യിപ്പിക്കാൻ നമ്മളിവിടെ വന്ന് npm start എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് റൺ ചെയ്യാവുന്ന നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൽ ഓരോ മാറ്റങ്ങൾ വരുത്തുമ്പോൾ എന്താണ് അവിടെ സ്ക്രീനിൽ സംഭവിക്കുന്നതെന്നും നമുക്കിതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെബ് പേജ് റൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഈ മുകളിൽ കൊടുത്ത ഈ ടൈറ്റിൽ വെൽക്കം ടു മൈ വെബ്സൈറ്റ് എന്നുള്ള ടൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം അതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ ടൈറ്റിൽ ഇവിടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് സേവ് ചെയ്തു. ഇതൊന്ന് റീലോഡ് ചെയ്യുന്നുണ്ട്. റീലോഡ് ആവുമ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെബ് പേജിൻ്റെ പേര് ടൈറ്റിൽ നമ്മളെന്താണോ ഈ ഭാഗത്ത് ചേർത്ത് കൊടുത്തത് ആ ടൈറ്റിലേക്കായിട്ട് ഇത് കൺവേർട്ട് ആയിട്ടുണ്ട്. നമ്മളിവിടെ ടൈറ്റിൽ കൊടുത്തിരുന്നത് വെൽക്കം ടു മൈ വെബ്സൈറ്റ് എന്നാണ്. അപ്പോൾ ആ ടൈറ്റിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അഡീഷനായിട്ട് എന്തെങ്കിലും CDN അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാനാണ് ഈ ഇൻഡെക്സ് HTML ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ വെബ് പേജിൻ്റെ ഏറ്റവും സ്റ്റാർട്ടായിട്ടും അതായത് ഫസ്റ്റ് റൺ ചെയ്ത് വരുന്ന ഒരു പേജാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേജാണ് പബ്ലിക് ഫോൾഡറിലെ index.html. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ടൂളാണ് div id ഈക്വൽ ടു റൂട്ട് എന്നൊരു div. അതായത് നമ്മുടെ ഈ റിയാക്റ്റിൽ നമ്മൾ എന്തൊക്കെ അഡീഷനായിട്ട് അതായത് ഇനി നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഡിവിലാണ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഡിവിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ റൂട്ട് ഈ ഡിവിൻ്റെ ID റൂട്ട് വെച്ചിട്ടാണ് ബാക്കിയുള്ള ഭാഗത്തു നിന്നുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വെബ് പേജിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇതിലേക്ക് ആക്സസ് ചെയ്തെടുക്കുന്നത്. ഈ റിയാക്റ്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ പേജ് വെബ് ആപ്ലിക്കേഷനാണ്. അതായത് ഒരു പേജിൽ വെച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇതിൽ റെൻഡർ ചെയ്ത് അല്ലെങ്കിൽ പ്രവർത്തിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് div id ഈക്വൽ ടു റൂട്ട്. ഈ റൂട്ട് എന്നുള്ള ഐഡിയിലേക്കാണ് നമ്മുടെ റിയാക്റ്റ് ആപ്ലിക്കേഷനിൽ എന്തൊക്കെ കണ്ടന്റുകളുണ്ടോ അതെല്ലാം ഇതിലേക്കാണ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. പിന്നെ ഇതിൽ നമ്മൾ അഡീഷണലായിട്ട് ഉപയോഗിച്ച ലോഗോയും അതേപോലെ തന്നെ ലോഗോ ഇമേജസ് ആണ് അത് ഇമ്പോർട്ടൻ്റ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് വരുന്നതാണ് നമുക്ക് ഈ ഇൻഡെക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാനുള്ളത് മറ്റൊരു ഫയലാണ് സോഴ്സിലുള്ള index.js. അതായത് ഇവിടെ നമ്മൾ ഈ റൂട്ട് എന്നുള്ളത് ആക്സസ് ചെയ്യുന്നത് നേരെ ഇതിലേക്കാണ് ഈ index.js എന്ന ഫയലിലേക്കാണ് ഇതിനെ നേരെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. index.js എന്ന ഫയലിലേക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലും നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുന്നുണ്ട് ഇമ്പോർട്ട് CSS എന്നുള്ള ഭാഗം CSSൻ്റെ ഫയൽ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ അഡീഷണലായിട്ട് വരുന്ന ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. നമുക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം നിർത്താം. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്ന് കോൺസ്റ്റ് എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് റൂട്ട്. അതിനുശേഷം റിയാക്റ്റ് ഡോം ഫസ്റ്റ് ഏത് കമ്പോണൻ്റ് ആണോ നമുക്ക് റണ്ണ് ചെയ്ത് വരേണ്ടത് അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. ഡോം എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്നാണ് ഡോമിൻ്റെ ഫുൾ ഫോം. അതായത് നമ്മുടെ വെബ് പേജിൽ ഏത് എലമെൻ്റ് ആണോ അല്ലെങ്കിൽ ഏത് ഭാഗമാണോ ഫസ്റ്റ് റണ്ണ് ചെയ്ത് വരേണ്ടത് അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് റിയാക്റ്റ് ഡോം ഉപയോഗിക്കുന്നത്. എന്നിട്ട് ക്രിയേറ്റ് റൂട്ട്, അതിലേക്ക് ഒരു റൂട്ട് നമ്മൾ ഏത് റൂട്ടിലേക്കാണോ ഇതിൻ്റെ കണക്ഷന് സെറ്റ് ചെയ്യേണ്ടത് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ റൂട്ട് എന്ന് പറയുന്നത് document.getElementById. ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് പറഞ്ഞിട്ട്
എന്നിട്ട് ഇവിടെ ഈ കൊടുക്കുന്ന റൂട്ട് നമ്മുടെ ഈ index.html എന്ത് പേരിലാണോ റൂട്ട് കൊടുത്തത് അതുമായിട്ടാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം, റൂട്ട് ഡോട്ട് റെൻഡർ, എന്നിട്ട് റൂട്ട് എന്ത് ചെയ്യണം, റെൻഡർ ചെയ്യണം റിയാക്ട് സ്ട്രിക്റ്റ് മോഡ്. എന്നിട്ട് ഏത് ഫയലാണോ നമുക്കിവിടെ റെൻഡർ ചെയ്യേണ്ടത് ആ ഫയലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. റിയാക്ട് എന്ന് പറയുന്നതെല്ലാം നമുക്ക് എന്തിലാണ് വരുന്നത്, ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലായിട്ട്. എന്നിട്ട് ഇവിടെ ഏത് ഫയലാണോ നമുക്കിവിടെ റൺ ചെയ്യിപ്പിക്കേണ്ടത്, അതല്ലെങ്കിൽ ഏത് ഫയലാണോ നമുക്ക് ഫസ്റ്റ് ഇവിടെ ഈ റൂട്ടിലേക്ക് ഇഞ്ചെക്ട് ചെയ്യേണ്ടത് ആ ഫയലിൻ്റെ പേരാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ആ ഫയലിൻ്റെ പേരാണ് ആപ്പ് എന്ന ഫയൽ. ഈ ആപ്പ് എന്ന ഫയൽ നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫംഗ്ഷന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ട് ആപ്പ് ഫ്രം, എന്നിട്ട് ഏത് ഫോൾഡറിലാണോ ആ ഫയൽ അല്ലെങ്കിൽ ഏത് ഫയലിനെയാണോ നമുക്കിതിലേക്ക് ആക്സസ് ചെയ്യേണ്ടത് ആ ഫയൽ നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ആപ്പ് എന്ന ഫയൽ ചേർത്ത് കൊടുത്തു. ഈ ആപ്പ് എന്ന ഫയലിൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിഫോൾട്ടായിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ആൾറെഡി ഉള്ള ഫയലുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്കൊരു കാര്യം മാത്രമായിട്ട് നമുക്കിവിടെ ജസ്റ്റ് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഞാനിവിടുന്ന് ഒഴിവാക്കി. എന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഡിവിൻ്റെ ഉള്ളിൽ ഒരു ഡിവിൻ്റെ ഉള്ളിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഈ JX ഫോർമാറ്റിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വേറൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ വന്ന് ഡിവ് എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് ജസ്റ്റ് ഒരു H1 ടാഗ് കൊടുക്കാം. H1 ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ വെൽക്കം ടു റിയാക്ട് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിത് ഒന്നുകൂടി സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്കിവിടെ വന്ന് സ്ക്രീനിൽ നമ്മൾ ആ കൊടുത്ത മെസ്സേജ് എന്താണോ അത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഈ app.js എന്ത് ചെയ്യും, index.jsലേക്ക് ഇവിടേക്ക് ആക്സസ് ചെയ്യും. ഈ ഫയലിനെ നമ്മൾ എന്ത് ചെയ്യും, റൂട്ട് എന്നുള്ള ID വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡെക്സ് എന്ന ഫയലിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ 3 കണക്ഷന് ശേഷമാണ് നമുക്കൊരു റിയാക്ട് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. അതായത് app.js എന്ന ഫയൽ index.jsൽ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫയലിനെ നമ്മൾ ഈ കമ്പോണൻസിന് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനാണ് ഈ ഓപ്ഷന് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഫയലിനെ നമ്മൾ എന്ത് ചെയ്യാണ്, റൂട്ട് എന്നതിലേക്ക് ഇൻജെക്ട് ചെയ്തിട്ട് ആ റൂട്ടാണ് നമുക്ക് എന്തിന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഈ ഡിവിൻ്റെ ID ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണോ കൊടുത്തത് അത് മുഴുവൻ നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് തുടർന്ന് വരുന്ന വീഡിയോസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു SEO ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വെബ് പേജിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ സെർച്ച് എഞ്ചിൻ, അതായത് സെർച്ച് എഞ്ചിന് വേണ്ടി നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് robot.txt എന്ന ഫയൽ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ വെബ് പേജിൽ നമ്മളൊരു ബ്ലോഗാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ കൊടുക്കുന്ന പോസ്റ്റുകളൊക്കെ എന്ത് ചെയ്യും, ഈ ഭാഗത്തേക്ക് എന്ത് ചെയ്യും, ആക്സസ് ചെയ്തെടുക്കും. എന്നിട്ട് ഇത് സെർച്ച് എഞ്ചിന് നമ്മളെ വെബ്സൈറ്റിൽ നിന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷന് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് package.json. അതായത് നമ്മുടെ വെബ് പേജിൻ്റെ പേരെന്താണെന്നും അതേപോലെ വേർഷൻ എന്താണെന്നും അതേപോലെ ഇതിൽ നമ്മൾ എന്തൊക്കെ അഡീഷണലായിട്ട് എന്തൊക്കെ പാക്കേജസുകളാണോ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണിച്ചിട്ട്, ഇപ്പോൾ നേരത്തെ നമ്മൾ FS എന്നുള്ളൊരു ലൈബ്രറി ഇതിലേക്ക് നോഡ് മൊഡ്യൂൾ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ആ മൊഡ്യൂളിൻ്റെ പേര് കൂടി നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അതായത് ഈ ആപ്ലിക്കേഷന് നമ്മൾ വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഈ റിയാക്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് മുമ്പേ കൂട്ടി തന്നെ തീരുമാനിച്ച് വെച്ചതിനാണ് package.json ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ നമ്മളൊരു റിയാക്ട് npm സ്റ്റാർട്ട് എന്ന് കൊടുക്കുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള, അതായത് നമ്മളെ വെബ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യേണ്ട ലൈബ്രറീസൊക്കെ എന്ത് ചെയ്യാണ്, ഇൻ്റർനെറ്റിൽ നിന്ന് നമുക്കിതിലേക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഗിറ്റ് ഇഗ്നോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആപ്ലിക്കേഷന് ഇൻ്റർനെറ്റ്, അതായത് ഗിറ്റ് ഹബിലേക്ക് അല്ലെങ്കിൽ ഗിറ്റ് ലാബിലേക്കോ നമ്മളിത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടും, അതായത് ഈ പ്രോഗ്രാമിന് അത്യാവശ്യം വേണ്ടാത്തതായിട്ടുള്ള, അതായത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുള്ള ഫയലുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇഗ്നോർ ചെയ്യാൻ. അതായത് ഗിറ്റ് ഇഗ്നോർ എന്ന് പറഞ്ഞാൽ നമുക്കതൊന്നും
അപ്ലോഡ് ചെയ്യേണ്ട, നമുക്ക് വേണ്ടത് നമ്മളെ വെബ് ആപ്ലിക്കേഷന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ഗിറ്റ് ഹബിലേക്കോ അല്ലെങ്കിൽ ഗിറ്റ് ലാബിലേക്കോ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗിറ്റ് ഇഗ്നോർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഗിറ്റ് ഇഗ്നോർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ പാക്കേജസുകളൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, ഗിറ്റ് ഹബിലേക്ക് അപ്ലോഡ് ആവില്ല. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അത്യാവശ്യം നമ്മൾ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ അതിലേക്ക് അപ്ലോഡ് ആവൂ. ബാക്കിയുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ npm ഇൻസ്റ്റാളോ അല്ലെങ്കിൽ npm സ്റ്റാർട്ട് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ പാക്കേജിനെ അടിസ്ഥാനമാക്കി നമ്മുടെ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യേണ്ട എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് നമ്മൾ റിയാക്റ്റ് ആപ്ലിക്കേഷന് തുടങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ്, അതിൻ്റെ ഉള്ളിൽ ഓരോ ഫോൾഡറും എന്താണ് പറയുന്നത് എന്നും ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഡീറ്റെയിൽസുകളാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ചുമാണ്. ഇതിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട്, അത് തൊട്ടടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.